ഇതാർക്ക് കഞ്ഞി? അമ്മയ്ക്ക്. എന്തോന്ന്? അമ്മ. അമ്മേ നിങ്ങളൊക്കെ എപ്പോ വന്നു? അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ പുറപ്പെട്ടു, ഞാൻ വന്നു. അയ്യോ അമ്മ കഞ്ഞി എങ്ങനെയുണ്ട് അമ്മ? പനി? പനി ഇച്ചിരി കുറവുണ്ട്. എന്നാ കഞ്ഞി കുടിക്കാം. കൊച്ചേ, ഷുഗർ ഉള്ള ആൾക്കാര് രാവിലെ കഞ്ഞി കുടിക്കാൻ പാടില്ല. പിന്നെ അമ്മ നല്ല ഗോതമ്പും ഒക്കെ കലർന്നിട്ടുള്ള ബിസ്ക്കറ്റാണ്, ഷുഗറും ഇല്ല, ഉപ്പിന്റെ നല്ല ടേസ്റ്റാ. ഇത് കഴിക്കാം. ഈ ബിസ്ക്കറ്റ് കഴിച്ച അമ്മയെ വയറെന്നറിയോ? കഞ്ഞി കുടിച്ചാ പനി വേർത്തങ്ങ് പോവും. അയ്യോ, രാവിലെ ആരെങ്കിലും തന്നെ കഞ്ഞി കുടിക്കുവോ? കഞ്ഞി കുടിച്ചപ്പോ എന്ത്? കഞ്ഞി കുടിച്ചാലേ അമ്മയുടെ പനി വേർത്ത് പോകും. വിട ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ ആഹാരം കഴിപ്പിക്കാനാണോ രണ്ടുപേരും കൂടെ രാവിലെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പോകുന്നത്? അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിട്ട്. സത്യം പറയാലോ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ അവിടെ ഇരിപ്പുറത്തില്ല, ഞാൻ അങ്ങനെ പോന്നു. അങ്ങനെയാണല്ലോ പണ്ടേ. അത് ശരിയാ. അമ്മ ബിസ്ക്കറ്റ് കഴിക്കുമ്പോ നല്ല ബിസ്ക്കറ്റാ. അല്ല, അതെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിനക്ക് ഏതാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങള് കമ്പനി പോക്കൊക്കെ ഇല്ല, ഇന്നല്ലേ അത്? നിനക്ക് വേറെ പരിപാടി വല്ലതും ഉണ്ടോ? ഞാൻ നമ്മുടെ കാര്യം നോക്കിയിട്ട് ഇവിടെ തന്നെയാണ്. അയ്യോ പാവം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ചെല്ല്. എനിക്ക് നല്ല കാലുവേദന, അവിടെ ഒരു മരുന്നിരിപ്പുണ്ട്, അതെടുത്ത് നല്ല വൃത്തിയായിട്ട് കാലിലൊന്ന് ഇട കേട്ടോ. ചെല്ലുമോളെ, നീ പോ. വേറെ പണിയൊന്നും ഇല്ലല്ലോ അവളുടെ. കഞ്ഞി ഇവിടെ വെച്ചിട്ടുണ്ട്, കഞ്ഞി കുടിക്കാം. ഞാന് കാലല്ലേ, എന്റെ കാലില് 4 കാല് വേണ്ട, ഈ ഒരൊറ്റ കാലിട്ടാ മതി കേട്ടോ. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. മരുന്ന് എന്തോ ഞാണ് കാല് 4 കാല് എന്തൊക്കെയോ പറഞ്ഞു. മരുന്ന് അത് ഇടുക. കൊച്ചേ വേദനിക്കുന്നുണ്ടല്ലേ ഈ പറയുന്നേ? കാര്യം നോക്കാൻ വന്ന ആളോടല്ലേ പറയുന്നത് സന്തോഷം. അതെ, ഈ എല്ലാ മരുന്നിനും മുല്ലപ്പൂ ഉണ്ട്, അതിന്റെ മണവാ. ഒന്ന് പോണി അവിടെ മരുന്ന് പിന്നെന്തോ മണക്കൂ. ഇതോ അതാണ് കാല്. അയ്യോ, ഇവിടെ തന്നെയല്ലേ? അവിടെ തന്നെ. അയ്യോ അയ്യോ. അല്ല ലക്ഷ്മി, ഞാനേ പ്രതീക്ഷയായിട്ട് ഒരു ചെറിയ ഒരു വസ്തുവിന്റെ കാര്യമൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നൊക്കെ നീ അന്ന് കേട്ടതല്ലായിരുന്നു? പിന്നെ എന്തിനാ കൊച്ചേ ഒപ്പിന്റെ കാര്യം നീ അവനോട് പോയിച്ചത് പറഞ്ഞു കൊടുത്തത്? വല്ല കാര്യമുണ്ടോ കൊച്ചേ? ഇതാ പറയുന്നത്, എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കരുതെന്ന് കേട്ടോ. അമ്മ എനിക്കിട്ട് പണി തന്നതാണോ? പിടിക്ക്. എന്നാ ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. പോയിട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.